സ്വാമിജി, ഈ ചർച്ചയിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്ത്രസമുച്ചയം എന്നാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് 1516 നൂറ്റാണ്ടിലോ മറ്റോ ചേന്നാസ് നമ്പൂതിരിയാണത് എഴുതിയതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ തിരുത്തു തന്നെ. ആ പുസ്തകത്തിന് എങ്ങനെയാണ് പ്രാമാണികത വന്നത്? ഇതൊരു വിഷയമാണ്. ഭാരതത്തിലുടനീളം ക്ഷേത്രങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ആ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വൈദികമായ വിധിപ്രകാരം കർമ്മങ്ങൾ നടക്കുന്നു. ഇവിടെയൊക്കെ ആചാര്യന്മാരുണ്ട്. പക്ഷേ ഒരുതരം പാരമ്പര്യക്രമത്തിൽ മകൻ്റെ മകൻ എന്ന ക്രമത്തിൽ ആചാര്യസ്ഥാനം പിന്തുടരപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല, അറിയില്ല. ചില സ്ഥലത്തും കണ്ടുണ്ടായിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ വ്യാപകമല്ല. ഇവിടെ അച്ഛൻ തന്ത്രി മകൻ തന്ത്രി എന്നുള്ള രീതിയിലാണ് ഇവിടെ പോകുന്നത്. അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. തീർച്ചയായിട്ടും അവർ ചെറുപ്പത്തിലെ പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം ആദരിക്കുന്നു, സ്വീകരിക്കുന്നു. അല്ലാത്തൊരാൾ, തന്ത്രം എന്താണെന്ന് പോലും അറിയാത്ത ആൾ എൻ്റെ അച്ഛൻ തന്ത്രിയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാനും തന്ത്രിയാവുന്നു എന്ന് വരുന്നത് വളരെ ക്ലിഷ്ടമാണ്. ഇനി അങ്ങ് പറഞ്ഞതുപോലെ തന്ത്രസമുച്ചയം എങ്ങനെ സർവരാലും സ്വീകരിക്കപ്പെട്ടു എനിക്കറിയില്ല. അതിൻ്റെ പിന്നിൽ രാജശാസനം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം. എന്തായാലും 6 നൂറ്റാണ്ടിനുള്ളിലേ ആയിട്ടുള്ളൂ തന്ത്രസമുച്ചയം രചിക്കപ്പെട്ടിട്ട്. 5.5 നൂറ്റാണ്ടിലധികം ആയിട്ടില്ല. അതിൻ്റെ മുകളിലാണ് പിന്നീട് വ്യാഖ്യാനങ്ങൾ വന്നതും പുടയൂർ ഭാഷയും മറ്റും വിപുലമായി വന്നു. ഈ കുഴിക്കാട്ട് പച്ച എന്നൊക്കെ പറയുന്നത് അതിൻ്റെ വ്യാഖ്യാന രൂപമായിട്ട് വന്നത്. അത് കേരളത്തിൽ എന്തായാലും വ്യാപിച്ചു. എങ്ങനെ വ്യാപിച്ചു അറിയില്ല. ചിലപ്പോൾ ഞാൻ വിചാരിക്കണത് എനിക്കറിയില്ല. കാരണം ഒരു ഏകീകൃത സ്വഭാവം ക്ഷേത്രങ്ങളുടെ പൂജയ്ക്ക് ആവശ്യമുണ്ടെന്നുള്ള ഒരു സ്ഥിതി അക്കാലത്തുണ്ടായിരിക്കാം. നമ്മളിപ്പോൾ പലതിനെയും ഏകീകരിക്കണം എന്ന് പലരും പറയുന്നത് കേൾക്കാറുണ്ട്. ഇപ്പോൾ വിവാഹ ചടങ്ങുകൾ ഒരുപോലെയാവണം, അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകൾ ഒരുപോലെയാവണം, സമുദായ ഭേദം അതിലുണ്ടാവരുത് എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാറുണ്ട്. അതുപോലെ ക്ഷേത്രങ്ങളുടെ പൂജയ്ക്ക് ഒരു ഏകീകൃത ഭാവം വേണമെന്നൊരാവശ്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. ആ സമയത്തായിരിക്കാം ഈ ഗ്രന്ഥം ഇറങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും രാജശാസനം അതിന് പിറകിലുണ്ടാവും. രാജശാസനം ഉണ്ടെങ്കിൽ അത് പരക്കെ അംഗീകരിക്കപ്പെടും.